അൽ ഹദീസു സാദിസു, ആറാമത്തെ ഹദീസ്. റുവീന ഫി സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തതായി കിട്ടിയിട്ടുണ്ട്. അൻ ഉസാമത്ത റളിയല്ലാഹു അൻഹു, ഉസാമ തങ്ങളെ തൊട്ട്. ഉസാമ തങ്ങൾ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട്. അപ്പൊ നബിയെ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ആൾ ഉസാമ റളിയല്ലാഹു അൻഹു. അത് ബുഖാരി മുസ്ലിമിൽ ഹദീസ് ഉണ്ട്. അത് ആറാമത്തെ ഹദീസായിട്ട് നമ്മുടെ ഈ വിഷയത്തിൽ മഹാൻ കൊടുത്തിരിക്കുന്നു ഇമാം യാഫി തങ്ങൾ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖുംതു അലാ ബാബിൽ ജന്നത്തി, ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്ക് നിന്നു. നബിക്ക് അവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, നേരിട്ടെല്ലാം കണ്ടിട്ടുണ്ടല്ലോ നബി. അത് നബി നമ്മോട് പറഞ്ഞു തരണല്ലോ, അതാണ് നബി ചെയ്യുന്ന പണി. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നപ്പോ പക്ക അന്ന ആമത്ത മന്ദഖലഹൽ മസാഖീൻ, ആ സ്വർഗത്തിൽ അധികമായി പ്രവേശിക്കുന്ന ആളുകൾ മിസ്കീന്മാരെ ഞാൻ കണ്ടത്, സാധുക്കളാണ്. അസ്ഹാബുൽ ജദ്ദി, സമ്പത്തുடைய ആൾക്കാരൊക്കെ മഹബൂസൂന, അവിടെ തടയപ്പെട്ടിരിക്കുകയാണ്, ഒരു സ്വർഗത്തേക്ക് എത്തിയിട്ടില്ല. വയർ അന്നഹിരനാരി, അതിന് ഒഴിവാക്കിയിട്ട് പറയാം നരകാവകാശികൾ. അത് ഉമിറ ബിഹിം ഇരന്നാർ, അവരെ നരകത്തിലേക്ക് കൊണ്ടുവിടാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഗ്നിയാൽ പാടെ നിൽക്കുകയാണ്. ഇങ്ങനെ സ്വർഗത്തിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ഇതിന് തൊട്ടത് നരകല്ലേ. ഓ കൊംതു അല ബാബിൻ നാരി, ഞാൻ നരകത്തിന്റെ വാതിന്റെ അരികെ പോയി നിന്നു. ഇതൻ ആമത്തും മന്ദഖലഹൻ നിസാവും, നരകത്തിൽ അധികമായി പ്രവേശിക്കുന്ന ആൾക്കാർ സ്ത്രീകളാണ്. അപ്പൊ നരകത്തിൽ കൂടുതൽ സ്ത്രീകളായിട്ട് ഞാൻ കണ്ടു. ഇതിന് എനിക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹദീസിൽ ഇപ്പൊ എന്താ മനസ്സിലായത്? സ്വർഗത്ത് പോകുന്ന ആളുകൾ സാധുക്കളാണ്, മിസ്കീന്മാരാണ്, സമ്പത്തൊന്നുമില്ലാതെ അള്ളാഹനെ പേടി ജീവിച്ച സാധുക്കൾ. സമ്പന്നന്മാരായ ആളുകൾ അവിടെ ഉണ്ട്, തടയപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് പോകാനായിട്ടില്ല. യഗ്നി, ഇവിടെ ഹദീസിൽ പറഞ്ഞല്ലോ അസ്ഹാബുൽ ജദ്. എന്താണ് നബി അസ്ഹാബുൽ ജദ് കൊണ്ട് ഉദ്ദേശം? ബി ഫത്തുൽ ജീമിന് 10 കൊടുത്തിട്ട് വായിക്കണം. അൽ അഗ്നിയ എന്നല്ലേ. ലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ് നക്കലുണ്ടല്ലോ, സമ്പത്തുடைய ആളുകൾക്ക് നിന്റെ ശിക്ഷയെ തൊട്ട് സമ്പത്ത് ഉപകരിക്കൂലാന്ന്. അപ്പൊ അഗ്നിയ ഇതർത്ഥം. നിസാഇ അൽ മദ്കൂറാത്ത്, ഇവിടെ പറയപ്പെട്ട നരകത്തിലേക്ക് കൂടുതൽ പോകുന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾക്കുള്ള ഉപദേശത്തിലും സൗന്ദര്യവതികളായ ഹൂർലീങ്ങൾ, അവരെ മതുക ചെയ്തിട്ടും ചില ചില കസീദകളിൽ ഞാൻ പറയട്ടെ രണ്ടുകൂട്ടരെ പറ്റിയിട്ട്. ആദ്യമായി പറയുന്നപ്പോ അലായവാനീമൻ അറാദത്ത് സഅദതൻ വതവഖഅ അദാബൻ ബിന്നിസാ സ്വഹറ മുഹദിഖാ. അലാ, അറിയണേ, യാ ഗവാനി, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, ഞാൻ ഇണയാക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ്, മൻ അറാദത്ത് സഅദത്ത്, അവള് വിജയത്തെ എന്തായിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്, അവളാണ്. വതവഖഅ അദാബൻ, അവനെന്തായി സൂക്ഷിച്ചു ശിക്ഷയെ, ബിന്നിസാ, ശിക്ഷയെ തൊട്ട് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നെ ബിന്നിസാ സ്വറ മുഹദിഖൻ, സ്ത്രീകൾ, ആ സ്ത്രീകളെ കൊണ്ടുള്ള ശിക്ഷ അവനെന്താണെന്നറിയാമോ, സൂക്ഷിച്ചു. സ്വാറ മുഹദിഖൻ, അവൻ ആകെ വലയം ചെയ്തവനായി മാറിയുന്ന. അപ്പൊ ആ സ്ത്രീകളെ കൊണ്ടൊക്കെ വലയമുള്ളവരായി മാറും. എങ്ങനെ? ശിക്ഷയും ഭയന്ന് സആദത്ത് വിജയിച്ചു. അവരെയാണ് ഇണകളായി കിട്ടേണ്ടത്. فأكثر أهل النار هن حقيقة روينا حديثا فيه صدقا مصدقا. فأكثر أهل النار, നരകത്തിൽ അധികവും ഹുന്ന, സ്ത്രീകളാണ്, ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ. റുവീന, നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഹദീസ് റിപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട്, ഫീഹി ഹദീസിൽ, ഈ വിഷയത്തെ പറ്റിയുള്ള ഹദീസ്, നരകത്തിൽ അധികം പെണ്ണുകളെന്നില്ല ഹദീസ്.
സിദ്ഖൻ മുസദ്ദിഖൻ, സത്യമായിട്ടും സത്യവാസ്തവാക്കുന്ന ആളായിട്ടാണ് നബി തങ്ങളെ പറഞ്ഞത്. തഖല്ലത് തബാഹ തബദ്ദല ലഹ്വ ബിൽ ബുക്കാ വതബദ്ദല കുല്ലൽ ജഹദി ബിസ്സുഹദി വത്തുഖാ. തഖല്ലത് തബാഹ, ഫൗറുകളും അന്തസ്സുകളൊക്കെ ഒഴിവാക്കിയവൻ. തബദ്ദല ലഹ്വ ബിൽ ബുക്കാ, കളിതമാശ ഒഴിവാക്കി കരച്ചിൽ കൊണ്ട് പകരമാക്കി. അതൊക്കെ ഒഴിവാക്കി കരയുക. വതബദ്ദല കുല്ലൽ ജഹദി ബിസ്സുഹദി വത്തുഖാ, പ്രപഞ്ചത്യാഗത്തിലും തഖ്വയിലുമായിട്ട് കഠിന അധ്വാനം പകരമാക്കി. ഇങ്ങനെയുള്ളവൻ. പകരമായി സ്വീകരിച്ചു. അൻലീൻ അല്ലെങ്കിൽ ലയ്യിൻ, അൻലയ്യിൻ എന്ന് പറഞ്ഞ മയമായതിനെ തൊട്ട്, ബി ദുനിയാവിന് പകരം ഹശൂനത്തൻ വരമുള്ള സ്വീകരിച്ചു, ഗൗരവമുള്ള സുഖമില്ലാത്ത സ്വീകരിച്ചു. യാബിസിൻ ഫിദ്ദീനി, യാബിസിൻ ഉണങ്ങിയതിനെ തൊട്ട് പകരമാക്കി ഫിദ്ദീനി ദീനിൽ. അഖ്ളറ മൂരിക, നല്ലോണം ഇരച്ചു നിൽക്കുന്ന ഒരു പച്ച വൃക്ഷമായി മാറുന്നത് പോലെ ദീനിൽ അയാൾ പച്ചപ്പുള്ളവനായി മാറി. ഉണങ്ങിയതിന് തൊട്ടെല്ലാം സുഖമുള്ളതിനൊക്കെ ഒഴിവാക്കി ഗൗരവമുള്ളതും ഉരമുള്ളതുമാണ് പകരമാക്കിയത്. അല്ലാഹു മാൻപേടകൾ എത്രയോ അള്ള സൂക്ഷിച്ചിട്ടുണ്ട്. അവറ്റകൾ അല്ലാഹു തആലാക്ക് അനുസരിച്ചുകൊണ്ട് രാപ്പാർക്കുകയാണ് രാത്രിയിൽ. അവരിലെ ഹൃദയങ്ങളാണെങ്കിലും ഭയം കൊണ്ട് കരിഞ്ഞ് കരിഞ്ഞ് ചാമ്പലായി പോവുകയാണ്. ഇതാണ് മാൻപേടകൾ. അവറ്റകൾ സുഭിക്ഷമായി തിന്നാൻ പറ്റുന്ന നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ മേഞ്ഞു തിന്നുന്നതിന് തൊട്ട് സവായിമ നോമ്പുകാരായി ജീവിക്കുകയാണ്. ഒന്നും തിന്നുന്നില്ല. പകരിൽ എന്തായി മാറും ഇവിടെ വയറുകളൊക്കെ? അത് പകരിമയ്ക്ക് നോമ്പാണെങ്കിലും ഇവരെന്താവും, വയറുകളെല്ലാം തടിച്ചു കൊഴുത്ത വയറുകളെല്ലാം മുതുകിനോട് ഒട്ടിച്ചേർന്നവരായി പ്രഭാസമയത്തിലാവും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതങ്ങൾ. മാത്രമല്ല തുറാബൈന ഐനിൻ വസ്സഹാദി തവാസുല വബൈനൽ ഖുറാ വൽ ഐനി മിന്നാ തഫറുഖ. കണ്ണിന്റെയും ഉറക്കില്ലായ്മയുടെയും ഇടയിൽ ചേർന്നതായിട്ട് കാണാൻ കഴിയും വീട്ടുകളെ. എന്നാൽ ഉറക്കിന്റെയും കണ്ണിനിടയിൽ വിട്ടുപിരിഞ്ഞതായിട്ടും കാണും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉറക്കില്ലാതെ ജീവിക്കുകയാണ് ഇവർ അള്ളാഹനെ ഓർത്തുകൊണ്ട്. وبين بعاء والأذى تقاطع وبين خلوف المسك والسعير ملتقى. കുടലുകൾക്കിടയിലും ഭക്ഷണങ്ങൾക്കിടയിലും ആകെ മുറിഞ്ഞുപോയി, ഭക്ഷണമൊന്നുമില്ല. കസ്തൂരി വാസനകൾക്കിടയിലും മലയിടുക്കുകൾക്കിടയിലും വല പൊറുക്കപ്പെടുന്നതുമാണ്. അങ്ങനെയാണ് അവറ്റുള്ളത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാരും ശല്യം ചെയ്യാമെന്നും ചെല്ലാതെ അങ്ങനെ ജീവിക്കുന്നവർ. തറാനായലാത്തിൻ കാരിയാത്തിൻ മുസായിഫ വലുഉലനഹരിൽ ബദരി ബിൽ വർദി മുശ്രിഖ. തറ, നിനക്ക് കാണാൻ കഴിയും, നാഹിലാത്തിൻ മെലിഞ്ഞ് പറ്റപ്പോയ പെണ്ണുങ്ങൾ, കാരിയാത്തിൻ വായിക്കുന്നവർ, മുസായിഫ മുസായിഫുകളെ, നെഹരിൽ ബദരി ഫിൽ വർദി പരനീറ് പുഷ്പങ്ങളിൽ പരിപൂർണ ചന്ദ്രന്റെ നെഞ്ചിന്റെ മുത്തുകൾ എന്തായിട്ടുണ്ടാകും? പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിഖൻ, ആ നിലയിൽ നിനക്ക് കാണാൻ കഴിയും.
من الآفات كل نفوس من كل نفوس من يخالفها بالوصف غربا ومشرقا. എന്താ പറഞ്ഞത്? അവകൾക്ക് നീ ദണ്ഡം ചെയ്തോ, ഫദത്തഹ നീ ദണ്ഡം ചെയ്തളാ, പല പകരം സ്വീകരിക്കാനേ. ആഫാത്തി ആപത്തുകളെ തൊട്ട് നീ അവൾക്ക് ദണ്ഡം ചെയ്ത് കുല്ല നുഫൂസി മൻ യുഖാലിഫുഹാ ഫിൽ വസ്ഫി ഓർമ്മശരിക്ക കിഴക്ക് പടിഞ്ഞാറുകളിൽ ഗുണങ്ങളിൽ ഈ പറഞ്ഞ സ്ത്രീകളോട് എതിരാകുന്ന ആരെല്ലാമുണ്ടോ അവിടെ നെഫ്സുകളെ സർവ്വവിധ ആപത്തുകളെ തൊട്ടും എന്ത് ചെയ്തിട്ടുണ്ട് എന്നറിയാമോ? അവകൾക്ക് നീ ദണ്ഡം ചെയ്തു എന്നാൽ അത്രയും സംരക്ഷണം നൽകി. ഇവിടെ പറയുന്നെന്താ? ഖലീലയ്യ ഇന്നൽ മൗത ലാ ശക്ക നാസിലു വബൈനൽ അഹിബ്ബാ ലാ യസാലു മുഫരിഖാ. എന്റെ രണ്ട് കൂട്ടുകാരെ, മരണം എന്ന് പറയുന്ന സാധനം സംശയമല്ല വരും, ഉറപ്പാതെ ഇറങ്ങും. കൂട്ടുകാർക്കിടയിൽ ആ മരണം വിട്ടുപിരിച്ചുകൊണ്ടേയിരിച്ചുകൊണ്ട് ആരിണക്കുന്നില്ല. ഇതാണ് മരണം. അതുകൊണ്ട് ബിഹൽ ഹുസ്നു വൽ ലദ്ദാതു വൽ മുൽക്കു വൽ ബഖാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അധ്വാനിക്കും. ലിദാരിൻ ഒരു വീടിന്, ലാ യസൂലു നഈമുഹ ആ വീടിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങൂല, അവിടെ ഉണ്ടാവും. ബിഹൽ ഹുസ്നു വൽ ലദ്ദാതു വൽ മുൽക്കു വൽ ബഖാ എന്നൊന്നും താമസിക്കുക, അധികാരങ്ങള്, രസങ്ങള്, അഴകുകൾ അതെല്ലാം ആ സ്വർഗത്തിലുണ്ട്. അങ്ങനെ വീടുണ്ട്, അത് നീങ്ങിപ്പോവില്ല. ആ നീങ്ങിപ്പോവാത്ത വീടുകൾക്ക് വേണ്ടി നീ രണ്ടുപേരും അധ്വാനിച്ചോളൂ. ولقيا حسان ناعمات منعم بهن سعيد سعد ذلك من لقى. ولقيا حسان ناعمات منعم അനുഗ്രഹം ചെയ്തെന്ന അല്ലാഹു തആല, ആ അല്ലാഹു തആലന്റെ അനുഗ്രഹങ്ങളുള്ള നല്ല അഴകായിരിക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ രണ്ടുപേരും കണ്ടെത്തിച്ചോളിന. സഈദുൻ ബിഹിന്ന സഈദുൻ അവളെ കൊണ്ട് വിജയിച്ചവനാണ്. സഈദ ദാലിക മൻ ലഖ ആരാണോ കണ്ടുമുട്ടി മരിച്ചുപോയി കഴിഞ്ഞാൽ അവനെന്താണെന്നറിയാമോ? ഈ വിജയം ലഭിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വിജയിക്കുവാൻ വേണ്ടി നോക്കിക്കോളൂ. യുവതികളായ സൗന്ദര്യവതികളായ ആ പെൺകുട്ടികള് എന്ന് പറഞ്ഞാല് ചെറുപ്രായമാണ്, അവരുടെ സതിയൊക്കെ ഒരു പൊന്തി നിൽക്കുന്നർത്ഥം. ജഹത്ത് ബി ഖിയാമിഹ അവറ്റകൾ അവരുടെ ടെന്റുകളിൽ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അനുഗ്രഹത്തിന്റെ നിഴലുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. കത്തു മാമസ്തഹാസക്ക പരാജയപ്പെട്ടവർ ആരും തന്നെ അവരെ തൊടാൻ കിട്ടൂല. ആ സ്ത്രീ തൊടാൻ കഴിയില്ല, സ്പർശിച്ചിട്ടില്ല. ഏതുപോലെ ഇരിക്കുന്നു ആ തരുണീമണികൾ എന്നറിയാമോ? കദുറത്തിൻ വയാഖൂത്തിൻ വബീളി നിആമത്തിൻ കസാഹൽ ബഹാവന്നൂറു വല്ലസലു റൗനഖാ. മുത്തുകളെ പോലെയുണ്ട്, മാണിക്കം പോലെയുണ്ട്, നല്ല മിനുസമുള്ള വെളുവെളുത്ത സാധനങ്ങൾ. ആ സ്ത്രീകളെ ബഹാദെന്ന തെളിച്ചം, നൂറ് പ്രഭ ഇതൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. അഴകുണ്ട്, നല്ല ഉഷാറും പെണ്ണുങ്ങളാവുന്നു. മലീകാത്തു ഔസാഫിൻ തആലത് സിഫാതുഹാ അനിൽ വസ്ഫി ഫൗഖൽ മുസ്തഖി വസ്ഫുഹാ റഖാ. നല്ല അഴകുള്ളവർ, നല്ല വസ്ഫുള്ളവർ,
ആ സിഫത്തൊക്കെ മേലെയായിട്ടുണ്ട്. വസ്ഫ് പറയാൻ കഴിയൂല. മേലെ മേലെ കേറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സിഫത്തുകൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ്. വിമാനം تسمع الخلق مثله وقد عبرت صوتا رقيما مشوقا. തഗ്നി അവളിങ്ങനെ പാടുന്നുണ്ട്. വിമാനം തുസ്മിൽ ഖൽഖ മിസ്ല, എങ്ങനത്തെ പാട്ടെന്ന് വെച്ചാൽ അതുപോലൊരു പാട്ട് ചെറുക്കിടെ ആരെയും കേൾപ്പിച്ചിട്ടില്ല. അങ്ങനെ പാട്ടുകൾ പാടുന്നുണ്ട്. എത്തരത്തിൽ ഓളോളെ ശബ്ദമൊക്കെ നല്ലോണം, അതാണ് ഹബറത്ത് സൗത്തൻ, ശബ്ദമൊക്കെ നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്, അഴകാക്കിയിട്ടുണ്ട്. റഹീമൻ നല്ല സൗമ്യത, മുസവ്വിഖൻ ഭർത്താവിനെ ആകർഷിപ്പിക്കുന്ന, ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. എന്താ പാടുന്നവര്? ഇലാഹുന്ന നഹ്നുൽ ഖാലിദാതു ഫഖത് മാ നബീദു വനഇനുൻ നാഇമാതു ഫലാ ശഖാ. ഞങ്ങള് ഈ സ്വർഗീയ ലോകത്ത് കാലാകാലുണ്ട്. സ്വർഗീയലോകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഒന്നും ഇവിടുന്ന് എറിയുന്നില്ല. വന്നാൽ ആരും ഒഴിവാക്കൂല, ഞങ്ങളൊന്നും പോവില്ല. ഞങ്ങൾക്ക് നല്ല സുഖാണ്. ഒരു പരാജയം ഞങ്ങൾക്കില്ല. വലാസഖത്തും ദേഷ്യമല്ല. റാളിയാത്തു തൃപ്തിപ്പെടുന്നവരാണ് ഞങ്ങൾ. ബിനൽ മിന ഞങ്ങളെ കൊണ്ട് ആര് കൊതിച്ചോ അവർക്കൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ തൂബ മംഗളമായ മംഗളം മുഴുവൻ ലിമൻ പുന്നലഹു മിന്നുരിത്തുക, ഞങ്ങൾ ആർക്കുള്ളതാണ് അവർക്കാണ്. അത് തെക്കുവയുള്ളവർ അവർക്കാണ് ഞങ്ങളുള്ളതെന്നാണ്. ഇതാണ് ഇപ്പൊ പാട്ടിലാകെ. തെറ്റുണ്ടാവും ചിലപ്പോ തിരിത്തരണേ പദങ്ങളൊക്കെ, ആശയമൊക്കെ ശരിക്കും വെച്ചിട്ടുണ്ട്. വായിച്ചോട് തെറ്റിയുണ്ടെങ്കിൽ കാണിച്ചു തരണം, നമുക്ക് തിരുത്താനോ. അങ്ങനെയാണ് ഈ പറയുന്ന 6-ാം ഹദീസിന്റെ വ്യാഖ്യാനത്തിലൂടെ കടന്നുപോയത് ഇമാം യാദി തങ്ങൾ. തെറ്റുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു തരട്ടെ, നമ്മളെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ച് നോക്കുകയാണ്. അൽ ഹദീസ് സാബിയോ. ഇനി 7-ാമത്തെ ഹദീസ് റുവീനാവി സ്വഗീഹൈനി ഐലൻ. മുമ്പ് പറഞ്ഞതുപോലെ ബുഖാരി മുസ്ലിമിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കിട്ടിയിട്ടുണ്ട്. ആരെ തൊട്ട്? അൻ സഹൽ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു മഹാനത്തുണ്ട്. മഹാൻ പറയാണ്, മർറ റജുലുൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ അരികിൽ കൂടെ ഒരാൾ ഇങ്ങനെ നടന്നുപോയി. ഫഖാല ലിറജുലിൻ ജാലിസൻ ഇൻദഹു. അപ്പൊ നബിന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബി ഉണ്ട്. അയാളോട് നബി ചോദിച്ചു, മാ റഅയുക ഫി ഹാദാ, ഇതിലിപ്പോ പോയ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ അയാൾ പരിചയമുണ്ട് സ്വഹാബി. അപ്പൊ ആ സ്വഹാബി പറയാൻ നബിനോട്, റജുലുൻ മിൻ അസ്റാഫിൻ നാസ്, ജനങ്ങളിൽ ഉന്നതിൽപ്പെട്ട ഒരാളാണ് ഇയാള്, ഉന്നത തറവാട്ടുകാരനാണ്. ഹാദ വല്ലാഹി, ഇദ്ദേഹം ഉണ്ടല്ലോ അള്ളാഹിനെ കൂടി സത്യം ചെയ്ത് പറയാം മൂപ്പര്, ഹരിയുൻ ഖതബ അൻ യൻജിഹ വഇൻ ശഫഅ അൻ യുശഫഅ. ഇതാണ് അദ്ദേഹം ഒരു കല്യാണാലോചന നടത്തുകയാണെങ്കിൽ വേഗം സ്വീകരിക്കും. അത്രയും ബന്ധമുള്ള ആളാണ്. ശുപാർശ നടത്തിയാലോ അത് സ്വീകരിക്കപ്പെടും. ഇങ്ങനെയുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ അതിന് മറുപടി റസൂലുള്ള ഒന്നും പറഞ്ഞില്ല. അപ്പൊ സക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മൗനത്തിലായി. സുമ്മ മറ റജുലുൻ ആഖർ, പിന്നെ ഒരാൾ അതുവഴി കടന്നുപോയി. ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബിന്റെ കൂടെ ഇരിക്കുന്ന ആളോട് നബി ചോദിച്ചു, മാ റഅയുക ഫീ ഹാദാ, ഇപ്പൊ ഇതിൽ പോയ ആളെ പറ്റി എന്താ നിന്റെ അഭിപ്രായം ചോദിച്ചു. ഫഖാല, അപ്പൊ സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബി, ഹാദാ റജുലുൻ മിൻ ഫുഖറാഇൽ മുസ്ലിമീന, ഇയാള് സാധുക്കളായ മുസ്ലിം ഫക്കീറന്മാരിൽപ്പെട്ട ഒരാളാണ്. ഹാദാ, ഇദ്ദേഹം ഹരിയുൻ ഇൻ ഖതബ അല്ല യൻജിഹ, ഖതബ തന്നെ, ഈ ഖതബ അല്ല യൻജിഹ, ഇയാൾ വിവാഹാലോചന നടത്തുകയാണെങ്കിൽ അയാൾ കല്യാണം കഴിക്കാതിരിക്കലാണ് ഏറ്റവും ബന്ധമായത്. വഇൻ ശഫഅ അല്ലാ യുശഫഅ, അയാൾ ശുപാർശ നടത്തിയാൽ സ്വീകരിക്കപ്പെടാതിരിക്കലാണ്. വൈൻ കാല, വല്ല വാക്കും അയാൾ പറഞ്ഞാൽ ലാ യുസ്മഉ, അത് കേൾക്കപ്പെടുകയുമില്ല. അങ്ങനത്തെ ഒരാൾ എപ്പോ പോയത്? മറ്റത് നല്ല ഉയർന്ന ആളോട്. ഈ രണ്ടാളെ പറ്റിയുള്ള അഭിപ്രായം നബി കേട്ടു.
അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബികൾ പറഞ്ഞു, ഹാദാ ഖൈർ, ഇപ്പൊ ഈ പോയ ആളുകൾ പറഞ്ഞ സാധുവായ മനുഷ്യൻ, അദ്ദേഹമാണ് ഗുണം. മിമ്മിൽ ഇൽ അർളി മിസ്ലു ഹാദാ, മുമ്പ് പറഞ്ഞ ആ അസ്റാബിൽപ്പെട്ട ആളുണ്ടല്ലോ, അദ്ദേഹത്തെ പോലത്തവർ ഭൂമിയിൽ നിറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇപ്പൊ ഈ പറഞ്ഞ സാധുവായ മുസ്ലിമായ ആളാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു. അങ്ങനെ അൻഷത പഴന്നു, ഇതിനെപ്പറ്റി ചില ആൾക്കാർ പാടിയിട്ടുണ്ട്. എന്ത്? ലഅംറു കമൽ ഇൻസാനു ഇല്ലാ ഇബ്നു ദീനിഹി ഫലാ തത്റുകി തഖ്വാ ഇത്തികാലൻ നസബി. നിന്റെ ആയുസ്സിനെ തന്നെ സത്യം പറയട്ടെ, മനുഷ്യനില്ല, ദീനിന്റെ മകനായി ജനിച്ചവൻ മാത്രം. അപ്പൊ ദീനിയായ ആൾ മാത്രമേ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് ഫലാ തത്റുകി തഖ്വാ, നീ തഖ്വ ഒഴിവാക്കണ്ടോ. ഇത്തിക്കാരൻ നസബി, തറവാടിത്തം അയിമം പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുന്നു പറഞ്ഞ് അതിമചാരണം കൊണ്ടുകൊണ്ട് ഭക്തിയർ ഇല്ലാതെയാക്കണ്ട. ശ്രദ്ധിച്ചോ. ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാൻ ഫാരിസിൻ വഖദ് വളഅ ശിർകുൽ ഹസീബു അബാ ലഹബി. ഇസ്ലാം എന്ന് പറയുന്നത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എത്ര സ്ഥാനം ഉയർത്തി കൊടുത്തു. എന്നാൽ തറവാടിത്ത മകമായി പോന്നു വന്ന ഭഗവക്കപ്പെടുന്ന ചെറുക്കുണ്ട്. ആ ചെറുക്ക് അബൂലഹബിനെ പറ്റ താഴ്ത്തിയിലെ, അത്രയും മോശക്കാരനാക്കിയില്ലേ, കാഫറായവൻ, മുശ്രിക്കാണവൻ. ഇതാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇസ്ലാം വേണം, അതേ ഉയർച്ച കിട്ടുകയുള്ളൂ. അൻസദ ആഖറു, വേറെ ഒരാൾ പാടിയിട്ടുണ്ട്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നുകുലി അലിയും കറമല്ലാഹു വജ്ഹു. ഈ പാട്ട് അലിയാർ തങ്ങൾ പാടിയതെന്നും പറയുന്നുണ്ട്. ഏതാ പാട്ട്? ദലീലുക അന്നൽ ഫഖറ ഖൈറും മിനൽ ഗിനാ വഇന്നാ ഖലീലൽ മാലി ഖൈറും മിനൽ മഫ്റാ. നിന്റെ ലക്ഷ്യം നിശ്ചയമായിട്ട് ഒരു സാധു ഗുണകരമാണ് സമ്പത്തുള്ളവനേക്കാൾ. അതാണ് നിന്റെ ദലീൽ. പിന്നെ അന്ന കരീലൽ മാലി, സമ്പത്ത് കുറയുക എന്നുള്ളത് ഖൈറും മിനൽ മഫ്റാ, സമ്പത്ത് കൂടുതലുണ്ടാവും, സമ്പത്ത് ഉണ്ടാവുന്നതിനേക്കാൾ ഗുണമാണ് സമ്പത്ത് കുറഞ്ഞു വരിക എന്നുള്ളത്. അതിന്റെ അപകടം പോവും. എന്താ രസല്ലേ? ലിഖാഉക അബ്ദൻ അസല്ലാഹ ബിൽ ഗിനാ വലം തൽഖ അബ്ദൻ ഖദ് അസല്ലാഹ ബിൽ ഫഖരി. എന്താ ഇവിടെ പറഞ്ഞത്? ലിഖാഉക അബ്ദൻ അസല്ലാഹ ബിൽ ഗിനാ, സമ്പത്ത് നല്ലോളൊരു മനുഷ്യൻ അവൻ അള്ളാഹുവിന് തെറ്റ് ചെയ്യും, അങ്ങനെ ചെയ്യുന്നവനായിട്ട് ഒരു അടിമയെ കാണും. വലം തൽഖ അബ്ദൻ ഖദ് അസല്ലാഹ ബിൽ ഫഖരി, ദാരിദ്ര്യം നല്ലോണം ഉണ്ടായി, ആ ഒരു മനുഷ്യൻ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യുക എന്നുള്ളതാ രീതിയിൽ ഒരു അടിമയും താങ്കൾക്ക് കാണാൻ കഴിയുകയില്ല. ഇതാണ് മാറ്റം. അവൻ മിസ്കീന്മാരായി ജീവിച്ച് മിസ്കീനായി മരിക്കുക എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചത് വെറുതെയല്ല. ഇതാണ് അതിന്റെ അർത്ഥം. ഈ ലിൽ ഗിനാന്നും ഒരു ഫഖീറിനും ലാഭം കൊണ്ടുണ്ടേ. ഇവിടെ എങ്ങനെയാ ഉള്ളത്? മിനൽ ബിൽ ഗിനാന്നുള്ളത് ബാഗ് കൊണ്ടാണ്. പിന്നെ പറഞ്ഞത് ബിൽ ഫഖരി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ലിഖാഉക അബ്ദൻ അസല്ലാഹ ലിൽ ഗിനാ വലം തൽഖ അബ്ദൻ അസല്ലാഹ ലിൽ ഫഖരി എന്നാണ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 7 ഹദീസും അതിലടങ്ങിയ പദ്യങ്ങളും കഴിവിന്റെ പരമാവധി ശരിപ്പെടുത്തി പോന്നിട്ടുണ്ട്. തെറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാം, തിരുത്താം.